ഹലോ! കഴിഞ്ഞ എപ്പിസോഡിൽ ബോക്യുവിനെ രക്ഷിക്കുന്നതിനിടെയായി സിയാവോക്ക് പരിക്കേൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. തളർന്നു വീണ് കിടക്കുന്ന അവളെ ബോക്യു എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ജിൻ വരുന്നത്. ബോക്യു അവന്റെ കയ്യിലുള്ള മരുന്ന് അവൾക്ക് പുരട്ടിക്കൊടുക്കുന്നുണ്ട്. സിയാവോക്ക് ബോധം വരുന്നുണ്ടെങ്കിലും ബോക്യു അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്ന് മരിച്ച പോലെ തന്നെ കിടക്കാമെന്ന് അവൾ കരുതുന്നുണ്ട്. അവളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ബോക്യുവിന് അവൾ ഉണർന്നു കിടക്കുകയാണെന്ന് മനസ്സിലായതിനാൽ തന്നെ അവളുടെ കയ്യിലുള്ള മുറിവിൽ പിടിച്ച് പതിയെ ഒന്ന് അമർത്തുന്നുണ്ട്. ഇനിയും അഭിനയിച്ച് കിടക്കാൻ കഴിയാത്തതിനാൽ തന്നെ പതിയെ കണ്ണു തുറന്ന് എനിക്കൊന്നും പറ്റിയില്ലേ എന്നവനോട് അവൾ ചോദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവന് ഈ ഒരു അവസ്ഥ വരാൻ കാരണം തന്നെ അവളല്ലേ. ആയതിനാൽ തന്നെ ബോക്യുവിനോട് അവൾ സോറി പറയുന്നുണ്ട്. ബോക്യുവിന് അവളോടുള്ള കെയറിംഗ് എല്ലാം കണ്ട് നീ നല്ലൊരു ഫോക്സ് ആണെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. രാവിലെ എണീക്കുന്ന സിയാവോ കാണുന്നത് ബോക്യു അവളുടെ അരികിലായി കിടക്കുന്നതാണ്. അവനെ കണ്ടതും അവൻ എന്തെങ്കിലും അവളെ ചെയ്തോ എന്ന കണക്കിന് അവനോട് തന്നെ ചോദിക്കുന്നുണ്ട്. ഒന്നും തന്നെ ഇല്ലെന്ന് അവൻ അവളോട് ചിരിച്ചുകൊണ്ട് പറയുമ്പോഴാണ് അവൾക്ക് ആശ്വാസമാവുന്നത് തന്നെ. അവൾ അങ്ങനെ ബോക്യുവിനോട് സംസാരിച്ചിരിക്കെ അങ്ങോട്ട് ജിൻ വരുന്നുണ്ട്. അവന്റെ പ്ലാനിങ് എല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണല്ലോ സിയാവോ ഇല്ലാണ്ടാക്കിയത്. അതിന്റെ ദേഷ്യത്തിലുള്ള അവന്റെ മുഖം കാണുമ്പോൾ തന്നെ അവൾ ആകെ പേടിക്കുന്നുണ്ട്. അവൻ നേരെ ബോക്യുവിന്റെ അടുത്തേക്ക് വന്ന് ഇന്നലെ നടന്നതിനെ കുറിച്ച് തനിക്ക് അന്വേഷിക്കേണ്ടതുണ്ട്, കൂട്ടത്തിൽ സിയാവോയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സിയാവോ എന്റെ കഥ തീർന്ന് എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അവൾ നേരെ ബോക്യുവിന്റെ അടുത്ത് പോയി ഞാനാണ് നിങ്ങളെ ഉപദ്രവിച്ചതെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നോ എന്ന് അവനോട് പറഞ്ഞു നോക്കുമ്പോൾ എന്തോ കണക്കുകൂട്ടി തന്നെ അവളെ കൊണ്ടുപോകുവാനുള്ള അനുവാദം ബോക്യു നൽകുന്നുണ്ട്. ജിൻ അവളെ കൊണ്ടുപോകുന്നത് അവളെ കൊണ്ട് തന്നെ ബോക്യുവിനെ ഇല്ലാണ്ടാക്കണമെന്ന ലക്ഷ്യം വെച്ചിട്ടാണ്. അവളുടെ മനസ്സിൽ ബോക്യുവിന് ഒരു ചെറിയ സ്ഥാനം പോലും ഉണ്ടാവരുതെന്നതിനാൽ തന്നെ ജിൻ അവളെ പറഞ്ഞ് അതിന് സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നിന്ന് അവൾ തിരികെ വരുന്നത് ഒരു പുതിയ സിയാവോ ആയിട്ടാണ്. ബോക്യുവിനെ കൊല്ലുമെന്ന കണക്കിന് കയ്യിൽ ഒരു കത്തിയുമായി വില്ലത്തിയെ പോലെയാണ് അവൾ പോകുന്നത്. അവൻ അരികിലെത്തിയതും അവൻ അവളെ ജസ്റ്റ് ഒന്ന് നോക്കിയതേയുള്ളൂ. അവൾ അവനെ കൊല്ലുന്നത് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. കിട്ടുന്ന ചാൻസിന് മുഴുവൻ അവൾ അവനെ കൊല്ലുവാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും അവന്റെ മുഖം കാണുന്നതും അവൾക്കതിന് കഴിയുന്നില്ല. അവനെ കാണിക്കാതെ അവൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ ബോക്യുവിന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതും അവൾക്കു നേരെയായി ഉപദ്രവിക്കാൻ കണക്കിന് ഒരാൾ വരുന്നുണ്ട്. ജിൻ അവിടെ എത്തി അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ജിന്നും അവന്റെ ആളുകളും സിയാവോയെ വിളിച്ചു വരുത്തി ബോക്യുവിനെ കൊല്ലുവാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ജനലിനരികിലായിരിക്കുന്ന സിയാവോ അതുവഴി ആരോ പോകുന്നത് കണ്ട് കതക് തുറന്നു നോക്കുമ്പോഴാണ് കാണുന്നത് ഒത്തിരി അക്രമകാരികളെ കൊന്ന് തളർന്ന് അവശനായ ബോക്യുവിനെ. അവൻ അവളെ കാണുന്നതും അവളെ വിളിച്ചുകൊണ്ടുപോയി അവന്റെ കുളത്തിൽ പോയി വിശ്രമിക്കുന്നുണ്ട്. അവന് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുമ്പോൾ അവനെ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ലല്ലോ. ഇത് തന്നെയാണ് നല്ല ചാൻസ് എന്ന് പറഞ്ഞ് അവൻക്കു നേരെ അവൾ കത്തി നീട്ടുന്നുണ്ടെങ്കിലും അവനുമായുള്ള ചില നല്ല മൊമെന്റ്സ് ഓർത്ത് ഒന്ന് താമസിക്കുന്നുണ്ട്. ചെയ്തേ മതിയാവൂ എന്നതിനാൽ അവൻക്കു നേരെയായി കത്തി വീശുന്നതും ബോക്യു കണ്ണു തുറക്കുന്നുണ്ട്. അവൾ അവനെ ഉപദ്രവിക്കാൻ നോക്കിയതല്ലെന്നെല്ലാം പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്തെടുക്കുന്നുണ്ട്. ബോക്യു ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരിക്കില്ലെന്നു കരുതി ജിൻ സിയാവോയുടെ അടുത്തേക്കായി പോകുന്നുണ്ട്. എന്നാൽ അവർ സംസാരിച്ചു നിൽക്കുന്നിടത്തേക്ക് ബോക്യു വരുന്നത് കാണുമ്പോൾ ജിൻ ഒന്ന് നെട്ടുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ രാത്രിയിൽ എന്താ ഇവിടെ? ബോക്യു ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രണയിക്കുന്നവരാണ്, നിങ്ങളുടെ അനുവാദത്തിനു വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് സിയാവോ പറയുന്നതും ദേഷ്യം വരുന്ന ബോക്യു അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി റൂമിലെത്തിയതും അവളെ വിടാതെ കിസ് ചെയ്യുന്നുണ്ട്. ജിൻ അവിടെ എത്തി അവനെ മാറ്റി നിർത്തുമ്പോഴാണ് അവൻ അതിൽ നിന്ന് പിന്മാറുന്നത്. ദേഷ്യത്തിലായ ബോക്യു ഈ സമയം പൂർണ്ണമായും ഒരു ഡീമനായി മാറിയതായിരുന്നു. ജിൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി പൂട്ടിയിടുന്നുണ്ട്. ബോക്യു ആണെങ്കിൽ അവളെക്കുറിച്ചു തന്നെ ചിന്തിച്ചിരിക്കുകയാണ്. അവൻ അവളുടെ അടുത്തേക്ക് പോയി അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ നോക്കുമ്പോൾ ജിന്നും അവന്റെ ആളുകളും അവനെ തടയുന്നുണ്ട്. അവൾ ബോക്യുവിന്റെ കൂടെയാണ് പോകുവാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് അവന്റെ കൂടെ പോകുന്നുണ്ട്. അവന്റെ മുൻപിൽ അവനോട് വളരെ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അവനോടുള്ള ദേഷ്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. അടുത്തതായി പുതിയൊരു പ്ലാനിങ് തന്നെ ജിന്നുമൊത്ത് അവൾ തുടങ്ങുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒരു കലാപരിപാടി തന്നെയാണ് ബോക്യുവിന്റെ മുൻപിൽ നടത്തുന്നത്. അവൾ കാണിക്കുന്നതെല്ലാം ഒട്ടും കൊള്ളില്ലെങ്കിലും അവൾക്കു വിഷമമാവരുതെന്നു കരുതി അവൻ നന്നായി തന്നെ അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനിയും കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ടാവില്ലെന്ന കണക്കിന് എഴുന്നേറ്റ് പോകുവാൻ നോക്കുമ്പോൾ അവളാണെങ്കിലോ അവളുടെ സ്ഥിരം അടവെടുക്കുന്നുണ്ട്. എന്നിട്ടും അവൻ പോകുവാണെന്ന് കാണുമ്പോൾ അവന്റെ അടുത്തേക്ക് വളരെ റൊമാൻറ്റിക് ആയി പോകുന്നുണ്ട്. ഇതേ സമയം അവന്റെ റൂമിൽ ജിൻ അവൻക്കെതിരായി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റൂമിലെത്തിയ ബോക്യുവിന് അവിടെ ആരോ വന്നിരുന്നു എന്നത് മനസ്സിലാവുന്നുണ്ട്.
അവൻ അവിടെയെല്ലാം ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അവസാനമായി ജിന്ന് മറഞ്ഞു നിൽക്കുന്നിടത്തേക്ക് അവൻ പോകുന്നതും സിയാവോ അവനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. കൈവെച്ച് ജിന്നിനോട് അവിടെ നിന്ന് പോകുവാനും പറയുന്നുണ്ട്. ജിന്ന് ഇതിനിടയിലായി പോകുന്നുണ്ടെങ്കിലും അവന്റെ കയ്യിലുണ്ടായിരുന്ന പാസ് അവിടെ വീഴുന്നുണ്ട്. ഇത് കണ്ട ബോക്യു സിയാവോയോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും തനിക്കറിയില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ജിന്നിന്റെ അടുത്തേക്കാണ്. അവൾ ബോക്യുവിനെ കിസ് ചെയ്യുന്നത് അവൻ നേരിൽ കണ്ടതല്ലായിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ നിനക്കവനെ യഥാർത്ഥത്തിൽ ഇഷ്ടമാണോ എന്നവളോട് അവൻ ചോദിക്കുമ്പോൾ ബോക്യു തന്റെ ശത്രുവാണെന്നവൾ മറുപടി നൽകുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജിൻ അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി പോകുവാൻ നോക്കുന്നുണ്ടെങ്കിലും സിയാവോ അവനെ തടയുന്നുണ്ട്. അതിന്റെ ദേഷ്യത്തിൽ തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ബോക്യു വന്ന് നോക്കുമ്പോഴാണെങ്കിലോ കാണുന്നത് ആകെ അടിച്ചു ഫിറ്റായ സിയാവോയെയാണ്. അവൾക്ക് തനിയെ അവിടെ നിന്ന് പോകുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവളെ എടുത്തുകൊണ്ട് വന്ന് അവന്റെ ബെഡിൽ കിടത്തുന്നുണ്ട്. ബോധമില്ലാതെ പെരുമാറുന്ന സിയാവോ അവനെ അവളുടെ അടുത്തേക്കായി പിടിക്കുമ്പോൾ അവൻ കിസ് ചെയ്യാൻ വരുന്നതും അവനോട് കുറേ ദേഷ്യപ്പെട്ട് അവൾ മയക്കത്തിലാവുന്നുണ്ട്. ബോക്യു ആണേൽ ഫുഡുണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതേ സമയം തന്നെ മയക്കത്തിലായിരുന്ന സിയാവോ എഴുന്നേറ്റ് വരുന്നതും അവൾക്കു നേരെയായി ആരോ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ തന്നെ ബോക്യു അവിടെ എത്തി അവരിൽ നിന്ന് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ മുറിവായി അതിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ടതിനാൽ തന്നെ അവൻ പൂർണ്ണമായും ഒരു ഡീമനായി മാറി അവളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിലും അവളുടെ ശബ്ദം കേട്ടവൻ അതിൽ നിന്ന് പിന്മാറി സ്വയം ഒരു കത്തി വെച്ച് അവനെ കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട്. അവൻ എപ്പോഴും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ് നോക്കുന്നതെന്ന് സിയാവോക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ അവന്റെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് ചെറിയൊരു കെട്ടൊന്നുമല്ല, അവിടെയുള്ള ബാൻഡേജ് മുഴുവൻ അവന്റെ ശരീരത്തിൽ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ബോക്യുവിനെ കൂട്ടി ആ ഒരു ഗ്രാമം മുഴുവനായി കറങ്ങുന്നതിന്റെ തിരക്കിലാണ് സിയാവോ. ഇതേ സമയം ജിന്ന് ബോക്യുവിന്റെ റൂമിൽ കയറി അവനെ നശിപ്പിക്കുവാനുള്ള എന്തോ ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. അവൻ എത്ര തന്നെ ചെയ്തിട്ടും അത് ശരിയാവുന്നില്ല. എന്തെന്ന് വെച്ചാൽ ബോക്യുവിന്റെ കൂടെ സിയാവോ വളരെ ഹാപ്പി ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അതിനാൽ തന്നെ അവൻ ചെയ്യുന്നതൊന്നും തന്നെ പൂർത്തിയാവുന്നില്ല. രാവിലെ മയക്കത്തിൽ നിന്ന് എണീറ്റ സിയാവോ ബോക്യുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കാണുന്നത് അവന്റെ കാലുകൾ വേരുകളായി മാറുന്നതാണ്. അത് കണ്ടു പേടിച്ച അവൾ അവനെ കുറെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ലായിരുന്നു. അതിനാൽ തന്നെ അവൾ ജിന്നിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ജിന്നാണെങ്കിലോ എന്തോ മന്ത്രവാദം കണക്കിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ചെയ്തു നിൽക്കുന്നതിനിടെയായി അങ്ങോട്ട് ആരോ വന്ന് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ സിയാവോ എസ്കേപ്പ് ആയി ബോക്യു ഉള്ളിടത്തേക്ക് എത്തുമ്പോൾ അവൾ കാണുന്നത് അവിടെ തറയിലായി കുറച്ച് കല്ലുകൾ മാത്രം നിൽക്കുന്നതാണ്. ബോക്യു പൂർണ്ണമായും കല്ലായി മാറി എന്നു കരുതി അവൾ അത് നോക്കിക്കൊണ്ട് വിഷമിച്ചിരിക്കെ അവൻ അവളുടെ അരികിലേക്കായി വന്ന് ഈ ഒരു ജന്മം മുഴുവൻ നീ എനിക്ക് വേണ്ടി തരുമോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ അവനെ കണ്ടതും അവന്റെ അടുത്തേക്ക് പോയി ഹഗ് ചെയ്ത് നിങ്ങൾ ജീവനോടെ ഉണ്ടായിരുന്നോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവനെ കണ്ടതിൽ അവൾ വളരെ ഹാപ്പി ആവുന്നുണ്ട്. ജിന്നിനെ കുറച്ചു പേർ തടഞ്ഞു വെച്ചതായി നമുക്ക് കാണാം. സിയാവോ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ എസ്കേപ്പായി വന്നതായിരുന്നല്ലോ. അവൾ അവരെ രക്ഷിക്കുവാൻ വേണ്ടി പോയതാണെങ്കിലും അവളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ലായിരുന്നു. ഇതേ സമയം ബോക്യു അവിടെ എത്തി അവരെ രക്ഷിച്ച് സിയാവോയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ ഒരു ഡ്രാമയുടെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിലാണ് ഇനിയും ഏറ്റവും ട്വിസ്റ്റുകൾ ഉള്ളത്. അപ്പോൾ കാണാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.